കടലിന്റെ സമീപത്ത് കൊണ്ടുപോയിട്ട് ശൈഖുന ചോദിക്കുന്നു, രക്തത്തിന്റെ സമുദ്രം കണ്ടിട്ടുണ്ടോ? ഹൽ റഅയ്ത ബഹ്റദ്ദം, വെള്ളാണോ സാധാരണ സമുദ്രത്തിൽ ഉണ്ടാകല്, രക്തമുള്ള കടൽ കണ്ടിട്ടുണ്ടോ? മൂപ്പര് പറഞ്ഞു, ലാ, കണ്ടിട്ടില്ല. ആര് കാണാനാ? എന്നാൽ നോക്കിക്കോളൂ, സാധാരണ കടൽ തന്നെ. ശൈഖുന പറയും, നോക്കിക്കോളൂ. ഫൈദൽ ബഹ്റു കുല്ലുഹു ദം, നോക്കുമ്പോ സമുദ്രം മുഴുവനും ധമായി മാറിയിട്ടുണ്ട്, രക്തത്തിന്റെ സമുദ്രമായി മാറിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ അതാണ് അത് പറഞ്ഞാൽ അത് സംഭവിക്കുകയാണ്. അവിടെ പിന്നെ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. അടുത്ത ചോദ്യം ശൈഖുനയുടെ, അറഅയ്ത സമക്കൽ അളീം, വലിയ മീനിനെ കണ്ടിട്ടുണ്ടോ? അയിലയും മത്തിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ വലിയ വലിയ സ്രാവോ അല്ലെങ്കിൽ അതുപോലത്തതൊക്കെ കണ്ടിട്ടുണ്ടോ? വലിയ മീനിനെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, കണ്ടിട്ടില്ല. ശൈഖുന പറഞ്ഞു, നോക്ക് 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 നോക്കൂ എന്ന് പറഞ്ഞപ്പോ ഫൈദ സമക്കുൻ അളീമുൻ യഅതി മിൻ കഅരിൽ ബഹർ, കടലിന്റെ ആഴിയിൽ നിന്നതാ ഒരു വലിയ മത്സ്യം വരികയാണ്. കണ്ടു നിന്ന ആള് തന്നെ പേടിച്ചുപോയി. കഫാ മധുമതി, വല്ലാത്തൊരു കാഴ്ചയായി പോയി. ശൈഖുന മീനിനോട് കൽപ്പിച്ചു പോകാൻ, തിരിച്ചു പോകാൻ. ശൈഖുന വിളിച്ചാൽ വരാത്ത മത്സ്യങ്ങളില്ല, വരാത്ത മീനുകളില്ല, ആനകളില്ല, സിംഹങ്ങളില്ല. ും താങ്കൾ മൂരീതുമായി കപ്പലിൽ കയറിയിട്ട് ഒടിയാതെന്നോവർ തണ്ണീരോടും മുമ്പൽ കുറിയാലോകരിൽ തണ്ണീർ കബീറോട് തെടുവീനെന്നോവർ അപ്പോഴവരെല്ലാം തെടി കബീറോട് ഉപ്പ് നീര് നൽ തണ്ണീരാക്കി കൊടുത്തോവർ. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ ഗുരുവര്യരും അമ്മാവനുമായ ഖുതുബും ശൈഖുമായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ കൂടെ കുട്ടിക്കാലത്ത് കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കപ്പലിലുള്ള ജനങ്ങളുടെ വെള്ളം തീർന്നുപോയി. ഖാജാ മുഹീദ്ദീനും തങ്ങൾ മുരീദുമായി കപ്പലിൽ കീറിയിട്ട് ഒടിയാതെന്നോവർ തണ്ണീറോടുങ്ങുമ്പൽ കുറിയാലോകരിൽ തണ്ണീർ കബീറോട് തെടുവീനെന്നോവർ. വെള്ളം തീർന്നപ്പോൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ തണ്ണീർ കബീറോട് തേടുക, നിങ്ങൾക്ക് കറാമത്ത് മുഖേന വെള്ളം തരാൻ ഞാൻ ആവശ്യം ഇല്ല. എന്റെ ശിഷ്യനും മുരീദുമായ അഹ്മദുൽ കബീർ ദിഫാഇ മഹാനവറുകൾ ഉണ്ട്, നിങ്ങൾ ആ ശിഷ്യനോട് തേടുക. അപ്പോഴവരെല്ലാം തെടി കബീറോട് ഉപ്പ് നീരുതൽ തണ്ണീരാക്കി കൊടുത്തോവർ. അപ്പോൾ കപ്പലിൽ അതാ പോകുന്ന ഈ യാത്രക്കാർക്ക് കടലിൽ നിന്ന് ഉപ്പുവെള്ളം മുക്കിയിട്ട് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് കൊടുത്തപ്പോൾ അത് ശുദ്ധജലമായിരിക്കുന്നു.